ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ചതയം നക്ഷത്ര ജാതരുടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ചതയം നക്ഷത്രക്കാരുടെ ചില പൊതുവായ സവിശേഷതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ ശുദ്ധഹൃദയരും അന്തസ്സും ആഭിജാത്യവും വിനയവും നിറഞ്ഞതായിരിക്കും ഇവരുടെ സ്വഭാവം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പെരുമാറ്റവും ഇവരിൽ നിന്നുണ്ടാകില്ല. ഇവർ കൃത്യനിഷ്ഠയും അധ്വാനശീലരുമായിരിക്കും. ആരെയും വെറുപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇവർക്ക് നല്ല ഒരു സുഹൃത് വലയം തന്നെ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ ആദരവിന് പാത്രമാകും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അസാമാന്യമായ കഴിവുള്ളവരായിരിക്കും ഇവർ. ഇവരുടെ ദാമ്പത്യ ബന്ധം അത്ര സുഖകരമായിരിക്കില്ല. ഇവർ നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും. ചതയം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കർമ്മരംഗം പുഷ്ടിപ്പെടും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജോലിക്ക് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കാൻ ഇടവരും. കാർഷിക രംഗത്തും കച്ചവട രംഗത്തുമുള്ളവർക്ക് സാമ്പത്തിക ലാഭം കൈവരും. കുടുംബത്ത് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും. പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയും. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടുകയില്ലെന്ന് വിചാരിച്ചിരുന്നത് കൈവശം വന്നു ചേരും. എങ്കിലും വരവും ചിലവും തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടാകില്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാഹചര്യമുണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്കും ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവരും സമയം അനുകൂലമായി കാണുന്നു. ദൂരയാത്രകൾ വേണ്ടിവരും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗം കാണുന്നു. ചതയം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കർമ്മരംഗം ശോഭനമായിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കാർഷിക രംഗത്തുള്ളവർക്കും കച്ചവടക്കാർക്കും ധനാഭിവൃദ്ധി ഉണ്ടാകും. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നവർക്ക് വിജയസാധ്യത ഉണ്ടാകും. അവർ നേതൃത്വ നിരയിലേക്ക് ഉയർത്തപ്പെടും. പലവിധ ആവശ്യങ്ങളെ തുടർന്ന് തുടർച്ചയായി ദീർഘദൂര യാത്രകളോ ഹ്രസ്വയാത്രകളോ വേണ്ടിവരും. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാനോ ഇടപെടാനോ പാടില്ല. എടുത്തുചാട്ടവും മുൻകോപവും നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. പ്രണയിതർക്ക് പ്രണയ സാഫല്യം കൈവരും. ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ വിവാഹം കഴിക്കാൻ കഴിയും. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം കൈവരും. ചതയം നക്ഷത്ര ജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൊഴിൽ രംഗത്തുള്ളവർക്ക് അംഗീകാരവും സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരും. വ്യവസായങ്ങളും സ്വയം തൊഴിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കാർഷിക രംഗത്തുള്ളവർക്കും സമയം അനുകൂലമായി കാണുന്നു. മാതാവിൽ നിന്നും കൂടുതൽ ഗുണാനുഭവങ്ങൾ കൈവരും. പല മാർഗങ്ങളിലൂടെയും ധനം കൈവശം വന്നു ചേരും. സ്വന്തം ഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കാനുള്ള സാഹചര്യമുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങളോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും ഉറ്റ സുഹൃത്തുക്കളുടെയും ശത്രുതയ്ക്ക് ഇടവരും. അക്കാരണത്താൽ തന്നെ മനക്ലേശത്തിന് ഇടവരും. ചതയം നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ, സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും വരവും ചിലവും തുല്യമായി കൊണ്ടുപോകാൻ കഴിയും. കർമ്മരംഗത്തും കുടുംബത്തിലും അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ. മറ്റുള്ളവരുടെ ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങൾക്കും ഇടവന്നേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. പ്രത്യേകിച്ചും അലർജി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പരാജയഭീതി അകാരണമായി മനസ്സിനെ ബാധിക്കും. ചതയം നക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര ഗുണകരമായി കാണുന്നില്ല. എന്നാൽ മധ്യഭാഗം കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുവിധം ഗുണകരമായി തീരും. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടും. ഇഷ്ടജനങ്ങളുടെ സഹകരണം സംശയത്തിന് ഇടവരുത്തും. അപകടങ്ങളെ തരണം ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ചും യാത്രാവേളയിൽ. എന്നാൽ മാസമധ്യത്തോടെ കാര്യങ്ങൾ ഗുണകരമായ അനുഭവത്തിൽ വന്നു ചേരാൻ തുടങ്ങും. കർമ്മരംഗത്ത് സ്ഥിരതയും അംഗീകാരവും ലഭിക്കും. ധനലാഭം കൈവരും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വിവാഹാന്വേഷകർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനം കൈവരും. ചതയം നക്ഷത്ര ജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തൊഴിൽ രംഗത്തുള്ളവർക്ക് ജോലിയിൽ സ്ഥിരതയും സാമ്പത്തിക വർധനവും കൈവരും. സർക്കാർ തലത്തിൽ തൊഴിലിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് താൽക്കാലിക ജോലി നിയമനത്തിലുള്ള അറിയിപ്പ് ലഭിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമാകും. വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സാഹചര്യം ഗുണകരമായി കാണുന്നു. വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും. സന്താനങ്ങളെക്കൊണ്ട് മനസ്സന്തോഷം കൈവരും.
കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. ചതയം നക്ഷത്ര ജാതരുടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.